ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉമ. അപ്പോൾ ഇന്നിപ്പം വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വേറൊരു പുതിയൊരു ഡിഷ് തന്നെയാണെന്ന് പറയാം. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ദോശ. അപ്പോൾ ബ്രെഡ് ദോശയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 സ്ലൈസ് ബ്രെഡാണ്. പിന്നെ പുളിക്കാൻ വേണ്ടിയിട്ട് പുളിപ്പിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് അരിപ്പൊടി. ഇത് ഞാൻ ഇത്തിരി വറുത്ത അരിപ്പൊടിയാണ്, പുട്ടിൻ്റെ പരുവത്തിന് ഉള്ള അരിപ്പൊടിയാണ്. അപ്പോൾ അതും ഞാനൊരു അരക്കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊരു മിക്സിയിലിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് നമുക്കിതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി, പുളിപ്പിനാവശ്യമായിട്ട് തൈര്, ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയിൽ തന്നെ ഇട്ട് ഒന്ന് നന്നായിട്ട് തിക്ക് പേസ്റ്റ്, നമ്മൾ ദോശയുടെ ബാറ്റർ തയ്യാറാക്കുന്ന പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് സോൾട്ടി ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്, ഇതിപ്പം സ്വീറ്റ് ബ്രെഡാണ്, ഞാൻ അതുകൊണ്ട് തന്നെ വളരെ ഇതായിട്ട് അതനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ബ്രെഡിൻ്റെ പീസും തൈരും എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. നമുക്കിതുപോലെ ഒരു ബാറ്റർ നമുക്ക് കിട്ടും. ഞാനിവിടെ ദോശയ്ക്ക് തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു പോസ്റ്റിനകത്ത് ഞാൻ സ്റ്റീൽ തവി യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് സ്റ്റീൽ തവി നമുക്ക് യൂസ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതിനകത്ത് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റീൽ തവി യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതുകൊണ്ട് ഈ വുഡിൻ്റെ തവിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഈ സൈഡും കൂടി മറു സൈഡും കൂടി ഒന്ന് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് ദോശ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ പുളിയും തേങ്ങയും കൂടെ അരച്ച ഒരു ആര്യാസ് ടൈപ്പ് ചട്നിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഒരു ദോശയ്ക്ക് ഈ ചട്നി ഏറ്റവും ബെറ്ററാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. ഈ ദോശയ്ക്ക് ഈ ചട്നി ബെറ്ററാണ്. അതല്ല നമുക്കിപ്പം ഈ ചട്നി തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതൊരു സൈഡ് ഡിഷിൻ്റെ കൂടെയും ഈ ദോശ കഴിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.